നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രധാനമന്ത്രിമാർ പണ്ഡിത തുല്യരായിരുന്ന പ്രധാനമന്ത്രിമാർ ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ മഹാരഥന്മാരായ പ്രധാനമന്ത്രിമാരിരുന്ന കസേരയിൽ പൃഷ്ഠം അമർത്തിക്കൊണ്ടാണ് ഈ സംഘകാലത്തെ പ്രധാനമന്ത്രി തറ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേവലം വോട്ടുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ വെച്ച് പ്രസംഗിക്കുക അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ നീട്ടിവലിച്ചുള്ള ആ ശൈലി സാധാരണ മുൻ പ്രധാനമന്ത്രിമാരും രാഷ്ട്ര നേതാക്കന്മാരുമെല്ലാം തങ്ങളുടെ പക്വതയാർന്ന പ്രസംഗങ്ങളിലൂടെ, വാക്കുകളിലൂടെ, മിതത്വമാർന്ന വാക്കുകളിലൂടെ ജനങ്ങളുടെ ഹൃദയം കവർന്നിരുന്നു. അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ നാട്ടിലെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് മുസൽമാന്മാർക്ക് നൽകും, അതുപോലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും, മാത്രവുമല്ല കൂടുതൽ പ്രത്യുൽപാദനം നടത്തുന്നവർക്ക് കൊടുക്കുന്നു. കാരണം സംഗതി വളരെ വ്യക്തമാണ്. പ്രത്യുൽപാദനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ദുഃഖിതനാവുന്നു. കാരണം അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഭാര്യയുമില്ല. കുറഞ്ഞ പക്ഷം BJP സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപിയുടെയും കൃഷ്ണകുമാറിൻ്റെയും മാർഗം BJP നേതാക്കന്മാരെങ്കിലും ഒന്ന് പിന്തുടരണം. അപ്പോൾ പിന്നെ ഈ പ്രത്യുൽപാദന വിഷയങ്ങളൊന്നും അത്ര പ്രശ്നമുണ്ടാവില്ല. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം അറപ്പുളവാക്കുന്ന, വെറുപ്പുളവാക്കുന്ന തറ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് അപലപനീയമാണ്. അത് അപമാനകരവുമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഇതൊന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചോര ഉണങ്ങിക്കിടക്കുന്ന തെരുവിലൂടെ കടന്നു വന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനും അതിൻ്റെ നേതാക്കന്മാർക്കും ഇതല്ലാതെ ഇതിലപ്പുറം മറ്റെന്തും പറയാനാണ്, വിളമ്പാനാണ്?